ഞങ്ങളുടെ യാത്ര തുടങ്ങണം കേട്ടോ. 36 പേര് കൂടി തൃശ്ശൂരിൽ നിന്ന് ശിവദം എന്ന് പറഞ്ഞ ബസ്സിലാണ് ഞങ്ങൾ യാത്ര പോണത്. പാലക്കാട് മാംഗോ കൗണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ. പക്ഷേ ഇതൊന്നല്ല പ്രശ്നം, ഞാനും മോനും കൂടി എത്താൻ കുറച്ച് പാടുപെട്ടു കേട്ടോ. കാരണം ഞങ്ങൾക്ക് ഗുരുവായൂരിൽ നിന്ന് തൃശ്ശൂർ എത്തണങ്ങ ഏകാദശി കഴിഞ്ഞ പിറ്റേ ദിവസമാണ്, ദ്വാദശി. നല്ല തിരക്കായിരുന്നു കേട്ടോ. പിന്നെ ബസ് കിട്ടാനൊക്കെ ഒത്തിരി വൈകി, എന്നാലും കറക്റ്റ് സമയത്തിന് തന്നെ ഞങ്ങൾ എത്തി. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒരു യാത്ര തന്നെയായിരുന്നു. കാരണം എന്താണെന്നോ, ബസ്സില് സീറ്റിൽ ഒരാളും ഇരുന്നിട്ടില്ല. ഭയങ്കര കളിയായിരുന്നു കേട്ടോ. അടിച്ചു പൊളിച്ച് കളിച്ചു. ഒരാൾക്കും ഒരു ബോറടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമം ഒന്നും തോന്നിയില്ല. എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തിട്ടാണ് പോയത് കേട്ടോ. പിന്നെ അവിടെ എത്തിയതേ അറിഞ്ഞില്ല. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് കാപ്പി കുടിക്കാനൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടൊരു വടക്കഞ്ചേരി ആ ഭാഗത്തൊരു ഹോട്ടലിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ഞാനിതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ അവരൊക്കെ ചോദിച്ചത് എവിടെയാണ് സ്ഥലം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ പാലക്കാട് മാംഗോ കൗണ്ടി എന്ന് പറഞ്ഞപ്പോൾ നല്ല വൈബുള്ള സ്ഥലമാണല്ലോ എന്നൊക്കെ പലരും എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ എന്താണെന്നോ, കുറേ മയിലുകളെ കാണാം. നല്ല മയിലുകൾ ഉണ്ടായിരുന്നു. പിന്നെ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞാൽ അയ്യോ, നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. ഒരു ചെടിയുണ്ട്, ആ ചെടിയുള്ള സ്ഥലങ്ങളിലൊക്കെ നിറയെ ബട്ടർഫ്ലൈ ആണ് കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മേലൊക്കെ വന്നിരിക്കണ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത്രമാത്രം ബട്ടർഫ്ലൈ ആണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, ഇങ്ങനെ പിടിക്കാനൊക്കെ തോന്നും. അത്ര രസമായിരുന്നു. പിന്നെ സ്വിമ്മിംഗ് പൂളിൽ നമ്മൾ പാട്ടൊക്കെ വെച്ച് അടിച്ച് പൊളിച്ച് കളിച്ചു കേട്ടോ. നല്ല രസമായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് തന്നെ പറയാം. അവിടുത്തെ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ പോയവരെ എൻജോയ് ചെയ്യണം, അതാണ് അവിടുത്തെ വൈബ്. ഇത്രയും രസമുള്ളൊരു സ്ഥലമായിരുന്നു. കാരണം നമുക്ക് ഒന്നും നോക്കണില്ല, നമ്മൾ ആരും ശ്രദ്ധിക്കണില്ല. നമ്മളായിട്ട് തന്നെ അവിടെ എന്തൊക്കെയോ അവിടെ ചെയ്യുന്നു. പിന്നെ കുറെ പേര് സൈക്കിൾസ് ഉണ്ടായിരുന്നു. പിന്നെ കുറെ പുഴകളും എന്താ പറയുക, വെള്ളങ്ങളും ഇങ്ങനെ ഒഴുകി വരുന്ന അരുവികളും അങ്ങനെയൊക്കെ ആയിട്ട് കുറെ കാണാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബോട്ടിങ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ബോട്ടിൽ കയറാൻ പേടിയാണ് കേട്ടോ. കാരണം ഇതെങ്ങാനും മറിഞ്ഞാൽ എനിക്ക് നീന്താൻ അറിയില്ല. അപ്പോൾ എൻ്റെ ധാരണ എന്താ വെച്ചാൽ, ഞാൻ വീണ് പോയാൽ പിന്നെ എനിക്ക് കൊണ്ടു വരാൻ പറ്റില്ല. അപ്പോൾ മുട്ടിന് താഴെ വെള്ളത്തിൽ പൊതുവെ എനിക്ക് ഇറങ്ങാൻ പേടിയാണ്. പിന്നെ എല്ലാവരും കൂടി നിർബന്ധിച്ച് ഞാൻ കയറി. പക്ഷെ ഞാൻ വേഗം ഇറങ്ങുകയും ചെയ്തു കേട്ടോ. എനിക്ക് പേടിയാണ്. അപ്പോൾ ഇവരൊക്കെ നല്ല ആത്മാദിച്ച് ബോട്ടിലൊക്കെ പോയിട്ടോ. ഞാൻ കരയ്ക്കൊന്നും ആസ്വദിച്ചോളൂ. ഇവർ പോണത് നോക്കി നല്ല ഇഷ്ടത്തോടെ നോക്കി നിന്നു. അത്രയും എന്നെ കൊണ്ട് പറ്റുള്ളൂ കേട്ടോ. പിന്നെ അതിന് താഴ്ചയൊന്നുമില്ലാന്ന് തോന്നുന്നത്, എനിക്കറിയില്ല. പിന്നെ ഒരു എന്താ പറയാ, കയറാനൊക്കെ കുറെ നിർബന്ധിച്ചെങ്കിലും ഞാൻ ഇന്നില്ലാന്നുണ്ട് പിന്നിലേക്ക് മാറി നിൽക്കുകയായിരുന്നു. പിന്നെ അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവിടുത്തെ ഭക്ഷണം നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു കേട്ടോ. എല്ലാവരും നല്ലോണം ആസ്വദിച്ചിട്ടാണ് അവിടുത്തെ ഭക്ഷണം കഴിച്ചത്. നല്ല സ്നേഹത്തോടു കൂടിയുള്ള ഭക്ഷണം തരുന്നതായി തന്നു അവർ. അത്രയും അവിടുത്തെ ആൾക്കാരും നല്ല ബിഹേവിംഗായിരുന്നു കേട്ടോ. നന്നായി നല്ല ഫുഡായിരുന്നു, അത് നല്ലോണം കഴിച്ചു. പിന്നെ സ്നാക്സ് ഉണ്ടായിരുന്നു, അതും നല്ലതായിരുന്നു. പക്ഷെ അവിടുന്ന് പോരാൻ തോന്നിയിരുന്നില്ല. ഞങ്ങൾ സംസാരിച്ചിട്ടും കളിച്ചിട്ടും കുറേ കളികൾ കളിച്ചു. അതെന്താ വെച്ചാൽ, നമ്മൾ മറന്നുപോയ കുറേ കളികളുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ തൂത്ത് തുടച്ചെടുത്തിട്ട് കുറേ കളികൾ കളിച്ചു. പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല, ഞങ്ങളെ രാത്രിയാകുമ്പോൾ കൊണ്ടുവന്നാക്കി തന്നത് ഞങ്ങളുടെ മഹേഷാണ്. കാരണം ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു പൊന്നാങ്ങളാന്ന് പറയില്ലേ, അങ്ങനെ പറയാൻ പറ്റിയ ഒരാളാണ് മഹേഷും വൈഫും കൂടിയിട്ടാണ് ഞങ്ങളെ കൊണ്ടുവന്നാക്കി തന്നത്. ഗുരുവായൂർ വരെ കൊണ്ടുവന്നാക്കി തന്നു. വളരെ സന്തോഷമായിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് കേട്ടോ. വളരെ സന്തോഷം.